ിന്റെ സമയത്ത് ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാക്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ മലയാള അർത്ഥം അവിടെ വെച്ച് തന്നെ കിട്ടും. നമ്മൾ ഡിക്ഷണറിക്ക് എന്ത് ചെയ്യേണ്ട, പോകേണ്ട ആവശ്യമില്ല. ഗൈസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, സഫാരി എടുത്തു. ഓക്കെ, സഫാരി എടുത്തിട്ട് ഒരു ഓൺലൈൻ ഡിക്ഷണറി സൈറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, ഓളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാള ഡിക്ഷണറി സൈറ്റാണ് യൂസ് ചെയ്തത്. ഇനി ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് വേർഡ് അടിച്ചു, എന്നിട്ട് അതിന്റെ മലയാള അർത്ഥം ഒന്ന് സെർച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അതിന്റെ URL ഉണ്ടല്ലോ, അത് ഞാൻ URL എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഓക്കെ, ഷോർട്ട്കട്ട് ആപ്പ് ഓപ്പൺ ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ പ്ലസ് ചെയ്തിട്ട് ഞാൻ സെർച്ച് ആക്ഷനിൽ URL എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ URL വന്നു. ഈ URL ക്ലിക്ക് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ആ കോപ്പി ചെയ്തിട്ടുള്ള URL ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ശേഷം ഇവിടെ ആ വാക്ക് കാണിക്കുന്നുണ്ട്, മാൻ എന്ന്. ഞാൻ അവിടെ അടിച്ച വാക്കാണ് ഇത്. ഞാൻ എന്ത് ചെയ്തു, മിനിമൈസ് ചെയ്തു, ഇത് എറേസ് ചെയ്തു. ആ മാൻ എന്നുള്ളത് എറേസ് ചെയ്തിട്ട് അവിടെ ക്ലിപ്പ് ബോർഡ് എന്നാക്കി കൊടുത്തു. താഴെ കാണാൻ പറ്റും. അതിൽ എന്ത് ചെയ്തു, ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സെർച്ച് ആക്ഷനിലേക്ക് പോയിട്ട് ഗെറ്റ് ആർട്ടിക്കിൾ ഫ്രം സഫാരി എന്ന് അടിച്ചു. ഓക്കെ, ഇവിടെ കണ്ടു, ഗെറ്റ് ആർട്ടിക്കിൾ യൂസിങ് ഫ്രം സഫാരി റീഡർ. ഓക്കെ, ഇത് പ്രസ് ചെയ്തു. അങ്ങനെ അത് സെലക്ട് ചെയ്തു. സെർച്ച് ആക്ഷനിലേക്ക് പോയിട്ട് ഇവിടെ ഷോ കണ്ടന്റ് എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഷോ കണ്ടന്റ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്, ഷോ കണ്ടന്റ്. അത് പ്രസ് ചെയ്തു. ഇപ്പോൾ ഓക്കെ. ഞാൻ എന്ത് ചെയ്തു, ആഫ്റ്റർ ദാറ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഷോർട്ട് കട്ട് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഷോ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, റീനെയിമിൻ്റെ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ റീനെയിം കൊടുക്കാം. ഞാനിവിടെ ഓളം എന്നുള്ളത് റീനെയിം കൊടുത്തു. പിന്നെ എനിക്ക് ഈ ഒരു സൈനൊക്കെ മാറ്റണം. അതിനാണ് ഈ ഷോർട്ട് കട്ടിൻ്റെ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് കട്ടിൻ്റെ സൈൻ്റെ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാനിവിടെ ഈ വാച്ചിൻ്റെ ചിത്രം കൊടുത്തു. ഓക്കെ, എനിക്ക് കളർ വേണമെങ്കിൽ മാറ്റാൻ ഞാനൊരു ഗ്രീൻ കളറും കൊടുത്തു. എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്തു. ഇനി എനിക്ക് ഷോർട്ട് കട്ട് വർക്ക് ചെയ്യാൻ ഞാനിത് ബാക്ക് ടാപ്പുമായിട്ടാണ് കണക്ട് ആക്കിയത്. മിനിമൈസ് ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോയി. ഓക്കെ, സെറ്റിംഗ്സിൽ പോയിട്ട് അതിൽ ആക്സസിബിലിറ്റി ഉണ്ട്. ആക്സസിബിലിറ്റിയിൽ പോയിട്ട് ടച്ച് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഓക്കെ, ടച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ബാക്ക് ടാപ്പ് എന്നുണ്ടാവും. ആ ബാക്ക് ടാപ്പിൽ പ്രസ് ചെയ്തു. ബാക്ക് ടാപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ഉണ്ടാവും. ഓക്കെ, ട്രിപ്പിൾ ടാപ്പ് ഉണ്ടെങ്കിൽ ഡബിൾ ടാപ്പിൽ പ്രസ് ചെയ്തു. ഡബിൾ ടാപ്പിൽ പ്രസ് ചെയ്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഞാനിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ഷോർട്ട് കട്ടുകൾ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ടുകൾ അതിലുണ്ടോ ഓളം. നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ടാണിത്. അപ്പോൾ ഈ ഓളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഡബിൾ ടാപ്പ് ഇവിടെ ഡബിൾ ടാപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല. അതിന് വേണ്ടി ഞാൻ ഈ ഓളം സെലക്ട് ചെയ്തു. മിനിമൈസ് ചെയ്തു. ഞാനിപ്പോൾ ക്രോം എടുത്തൊരു ന്യൂസ് വായിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. പെട്ടെന്നാണ് എനിക്ക് എന്ത് ചെയ്യാത്തത്, ഈ ഒരു എന്താ പറയുക, അഡീഷണൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആയിരുന്നു പ്രസ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യാം, ആ വേർഡ് കോപ്പി ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ബാക്ക് ടാപ്പ് ഡബിൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് കട്ട് റൺ ആവുന്നുണ്ടോ മേലെ. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അർത്ഥം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു അതിൻ്റെ മലയാള അർത്ഥം, വിശേഷണം കൂടിയ എന്ന് വേണ്ട ആ ഒരു അർത്ഥത്തിന് മാച്ച് ആകുന്ന എല്ലാ മലയാള അർത്ഥങ്ങളും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്.